ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുള്ള മുട്ട ഇതിലേക്ക് വരഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടൊമാറ്റോ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് ഏകദേശം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് അപ്പത്തേക്ക് ചപ്പാത്തിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നല്ല സൂപ്പർ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.